Meet the editors. തർക്കം വേണോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു രാവിലത്തെ ട്രയൽ റൺ ഉദ്ഘാടനം. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നിശബ്ദമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ. പക്ഷേ കരുണാനിധി പറഞ്ഞു, വാസവൻ പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരവിടെ പറയുന്നുണ്ട്. വിൻസെൻ്റ് വന്ന് വളരെ കുറച്ചുകൂടി ആഴത്തിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആ പേര് പരാമർശിക്കാതെ പോയത് നന്ദികേടാണ് എന്നാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ വ്യാഖ്യാനിച്ചതും. ഈ തർക്കം വേണോ? നോക്കൂ, ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പേര് പിണറായി വിജയൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചില്ല എന്നുള്ളത് കൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുകയൊന്നുമില്ല. നമുക്കറിയുന്നത് പോലെ 1995 വിഴിഞ്ഞം പദ്ധതി വിഭാവന ചെയ്യപ്പെടുന്നത്. എന്നാൽ 2015 വരെ പല പ്രതിസന്ധികളിലൂടെ ആ പദ്ധതി കടന്നുപോവുകയും പലപ്പോഴും ആ പദ്ധതി നടപ്പാക്കാൻ തന്നെ കഴിയുമോ എന്ന ആശങ്ക ബലപ്പെടുകയും ചെയ്തിരുന്നു. 2015 വരെയുള്ള 20 വർഷക്കാലം ഒരനക്കവും സത്യത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ 2015 ഓഗസ്റ്റ് 17 അദാനിയുമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരള സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്കായുള്ള കരാർ ഒപ്പിടുന്നത്. നമുക്കറിയാമല്ലോ, വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുക എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തുകയും KV തോമസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അദാനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ അദാനിയെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത്. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന 2 പേർ ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ ഗൗതം അദാനിയുമാണ്. അതൊരു ചരിത്രരേഖയാണ്. ഇനിയിപ്പോൾ 60 വർഷത്തേക്കാണല്ലോ ഈ കരാർ എന്ന് പറയുന്നത്. ഈ കരാറിൻ്റെ ഓരോ പേജിലും ഇവർ രണ്ടുപേരുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതൊരു ചരിത്രരേഖയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമുക്കങ്ങനെ വിസ്മരിച്ച് കളയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പരാമർശം സംഭവിച്ചില്ല എന്നതിൻ്റെ പേരിൽ മലയാളികൾ മറന്നു പോകുന്ന ഒരു പേരുമായിരിക്കില്ല വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടേത്. ഇനി മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ 2015 ഡിസംബറിലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിടുന്നത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ആരാണ് ആ തറക്കല്ലിട്ടത്? ഉമ്മൻചാണ്ടിയാണ്. ഏത് പദ്ധതിയുടെയും ശിലാസ്ഥാപനം നിർവഹിച്ചാൽ അവിടെ ഒരു വലിയ ഫലകമുണ്ടാകുമല്ലോ. ആ ഫലകത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ശിലാസ്ഥാപനം ബഹുമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2015 എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചരിത്രരേഖകളാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരുന്നത് കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കോൺട്രിബ്യൂഷൻ എല്ലാം വിസ്മരിക്കപ്പെട്ടു പോകുമെന്നൊരു ആശങ്ക ആർക്കും തന്നെ ഉണ്ടാകേണ്ടതില്ല. ഇനി എന്തുകൊണ്ട് പിണറായി വിജയൻ ആ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതിരിക്കുന്നത് വഴി മലയാളികളെയെല്ലാം ആ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധത്തെ വിസ്മൃതിയിലേക്ക് തള്ളിക്കളയാം, കൊണ്ടുപോയി കളയാം എന്നൊന്നും വിചാരിക്കുന്ന മണ്ടത്തരം പിണറായി വിജയൻ ഇല്ലല്ലോ. എന്ന് മാത്രവുമല്ല, ഈ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന ചർച്ച എന്താണ്? ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ കോൺട്രിബ്യൂഷനെ വില കുറച്ച് കാണുന്നു, ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പിതാവ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ CPM എടുക്കുകയാണ്. ഈ രീതിയിൽ കേരളത്തിൽ വളരെ വ്യാപകമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ താൻ തൽക്കാലം പേര് പറയാതിരിക്കുന്ന വഴി മലയാളികളെല്ലാം ഇതങ്ങ് മറന്നു പോകും എന്ന് വിചാരിക്കുന്ന മണ്ടത്തരവും പിണറായി വിജയൻ ഇല്ലല്ലോ. പിന്നെന്താണ് പിണറായി വിജയൻ ഈ പേര് പരാമർശിക്കാത്തത്? എൻ്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ പറയാം. അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യ ബുദ്ധിയുടെ പ്രകടനമായിട്ടാണ് ഞാനത് കാണുന്നത്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ലാവലിൻ കേസാണ്. ആ ലാവലിൻ കേസ് എന്ന് പറയുന്നത് CBIക്ക് വിട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വലിയ വിഭാഗീയത കൊടികുത്തി നിന്നൊരു കാലമാണ് ഈ 2005 മുതൽ ഇങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത്. 2006 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അന്ന് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. നോക്കൂ, അന്ന് CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താ? VS അച്യുതാനന്ദനും മത്സരിക്കേണ്ട, പിണറായി വിജയനും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. അത്ര വലിയ വിഭാഗീയതയാണ് ആ നടക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിലാക്കൽ പാലുളി മുഹമ്മദ് കുട്ടിയെ മുന്നിൽ നിർത്തി മത്സരത്തിലേക്ക് പോകാമെന്നാണ് സംസ്ഥാന സമിതി തീരുമാനിച്ചത്. അന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചിരുന്നു. ഇവിടെ 2006 യഥാർത്ഥത്തിൽ അന്ന് VSനെ ഒതുക്കിക്കൊണ്ട് നേതൃത്വത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് പിണറായി വിജയൻ. കാരണം പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിലാണ്. ആ സമയത്താണ് ഈ ഇലക്ഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഉമ്മൻചാണ്ടി ലാവലിൻ കേസ് CBIക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു. അതോടുകൂടി മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയായി പിണറായി വിജയന്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നെല്ലാവരും വിലയിരുത്തിയ ഒരു തീരുമാനമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി എടുത്തത്. അതിന്
പിണറായി വിജയൻ മറുപടി പറയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് വെറുതെ വിട്ടുകളയും എന്ന് വിചാരിക്കുന്നുണ്ടോ? 2021 16 മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം 2021 തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ പിണറായി വിജയൻ തിരിച്ചടിച്ചല്ലോ. അന്ന് സോളാർ കേസ് CBIക്ക് വിട്ടതിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രതിസന്ധിയിലാകുന്നു. ഉമ്മൻചാണ്ടി മത്സരിച്ചു എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും 2006 വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളിവിട്ടൊരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരം നടന്ന അനുശോചന യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. അതൊരു സുജന മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. മുൻ മുഖ്യമന്ത്രിയാണ്, ഒരേ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ്. പിന്നീട് തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ വെച്ചിട്ട് അനുശോചന സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. അദ്ദേഹം അവിടെ നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ അതിനൊറ്റ രാഷ്ട്രീയക്കാരനെ കാണുന്നുള്ളൂ. കാരണം മറ്റു യുക്തികളൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ പേര് ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ ചാനലുകൾ മുഴുവൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. രാവിലെ മുതൽ അതാണ് വാർത്ത എന്ന് പറയുന്നത്. ഇന്നലെയും ഇതൊക്കെ തന്നെയാണ് വാർത്ത. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ മണ്ടത്തരത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്ന വഴി മലയാളികൾ മുഴുവൻ ഇതങ്ങ് മറന്നു പോകുമെന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢിത്വമൊന്നും പിണറായി വിജയനില്ല. പിണറായി വിജയൻ്റെ ഇന്നത്തെ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുന്നതിനകത്ത് ഒറ്റ രാഷ്ട്രീയ കാരണമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്ത ആളാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇവിടെയാണ് ശൈലി എന്നൊരു പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരാളുടെ ശൈലി എന്ന് പറയുന്ന അയാളുടെ വാക്ക്, അയാളുടെ നോട്ടം, ഇത് മാത്രമല്ല, ഓരോ വിഷയത്തോടും നിങ്ങളെടുക്കുന്ന സമീപനവും നിങ്ങളുടെ ശൈലിയാണ്, നിങ്ങളുടെ പ്രവർത്തന ശൈലിയായിട്ടാണ് ജനങ്ങളത് വിചാരിക്കുക. അപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബിഹേവിയറാണ്, നിങ്ങളുടെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പരനാറിയെന്നോ വിവരദോഷിയെന്നോ ഒക്കെ വിളിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയായിട്ടാണ് കാണുക. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും നിങ്ങളെടുക്കുന്ന സമീപനവും നിങ്ങളുടെ ശൈലിയാണ്. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ പേര് ഇന്നത്തെ ഈ പറയുന്ന ഉദ്ഘാടന പരിപാടിയിൽ പിണറായി വിജയൻ പറയേണ്ടതായിരുന്നു. മറ്റു രാഷ്ട്രീയക്കാരനെ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ വളരെ വിശാലമായി പെരുമാറേണ്ടതുണ്ട്. അത് ഈ പൊതുജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, കേരളം വളരെ ആഹ്ലാദത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് എന്താണ്? ഈ കരാറല്ലേ, അദാനിയുമായിട്ടുള്ള കരാറല്ലേ, അത് നടപ്പാക്കി അതിൽ ഒപ്പിട്ടയാളല്ലേ ഉമ്മൻചാണ്ടി, പിന്നീട് അതിന് ശിലാസ്ഥാപനം നിർവഹിച്ച ആളല്ലേ ഉമ്മൻചാണ്ടി, പിന്നീട് അദ്ദേഹം അധികാരത്തിൽ വന്നിട്ടില്ല, പിന്നെ അത് പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പിണറായി സർക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു ആണിക്കല്ലായി പ്രവർത്തിച്ച ആളുടെ പേര് പറയുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ആ മര്യാദ നിങ്ങൾ പൊതുവേദിയിൽ പുലർത്തിയില്ല എങ്കിൽ അതും ഒരു ശൈലീ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരം ശൈലികളൊക്കെ മാറ്റണം. ഇന്നിപ്പോൾ ഇത്രയും വലിയ ചർച്ചയ്ക്ക് പിണറായി വിജയൻ ഒരു വഴി വെച്ചിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ലെന്നേ, മാധ്യമങ്ങൾ മാത്രമല്ല ഇത് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നത്? ഇന്നിപ്പം അരുൺകുമാർ എന്തുകൊണ്ടാണ് 7 മണിക്ക് ഈ ഡിബേറ്റിൽ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ പൊതുസമൂഹത്തിലൊരു ചർച്ചയായിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വിവിധ വീക്ഷണങ്ങളെ ഒരു മാധ്യമം എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ച് ഒരു എന്താ പറയുക, ഒരു പ്രതിച്ഛായ പ്രശ്നവും പിണറായി വിജയൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സർക്കാരിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനായിട്ട് വീണ്ടും മുന്നോട്ട് വരുന്നത് പിണറായിയുടെ ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് ആ ശൈലി തിരുത്തണം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ചിരിക്കണമെന്നേ, നിങ്ങൾ ആളെ കാണുമ്പോൾ ചിരിക്കണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും അല്ല പറയുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലത്. അതിനോടൊപ്പം ഓരോ വിഷയത്തിലും നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം നിങ്ങളുടെ ശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ശൈലി മാറ്റം എന്ന് പറയുന്നത് ഇത്തരം വേദികളിലൊക്കെ തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാനും, വേണ്ട സമയത്ത് വേണ്ട ആളുകളെ പരിഗണിച്ചുകൊണ്ട് പ്രകീർത്തിക്കണമെങ്കിൽ പ്രകീർത്തിക്കാനും, വിമർശിക്കണമെങ്കിൽ വിമർശിക്കാനും ഒക്കെ കഴിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ശൈലി മാറ്റം കൂടി സംഭവിക്കണം. ആ ശൈലി മാറ്റം സംഭവിച്ചിട്ടില്ല പിണറായി വിജയൻ്റെ കാര്യത്തിലെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ സംഭവം എന്നാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള ടേക്ക്. ഈ വിഷയത്തിൽ ഇന്ന് KPCC പ്രസിഡന്റിൻ്റെ പ്രതികരണം വന്നു. മരിച്ചവരെ പോലും പേരോർമ്മിക്കത്തക്ക രീതിയിലുള്ളൊരു മര്യാദ കാണിക്കാതെ പോയി പിണറായി വിജയൻ എന്നാണ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. മരണം ചിലപ്പോൾ ചില മനുഷ്യരെയൊക്കെ അനശ്വരാക്കുന്നു, നല്ലവരാക്കുന്നു എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും CPM നേതാക്കളെല്ലാവരും ഒരുമിച്ച് ആ വാക്കുകൾ പറഞ്ഞു. ഇത് ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും MN വാസവൻ ഉമ്മൻചാണ്ടിയെ ഓർമ്മിച്ചു. കരുണാദാനി അടക്കമുള്ളവരും മുഖ്യമന്ത്രിയുടെ പേര്, ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ പറഞ്ഞു എന്നുള്ളത്. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന ടേക്ക്, ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്രെഡിറ്റിൽ അവകാശപ്പെട്ട തർക്കങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ക്രെഡിറ്റിൻ്റെ പേരിലുള്ള വലിയ തർക്കമൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുക. കാര്യം ആ തർക്കം അപ്രസക്തമാണ്. പക്ഷേ ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ 2015 ഓഗസ്റ്റ് മാസത്തിലാണല്ലോ ഈ കരാർ ഒപ്പിടുന്നത്. അതിനുശേഷം ഒരു തറക്കല്ലിടിയിൽ ഡിസംബറിൽ നടക്കുന്നുണ്ടല്ലോ. ആ തറക്കല്ലിടുന്ന സമയത്ത് ഉമ്മൻചാണ്ടി അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഈ പദ്ധതിക്ക് കാരണക്കാരായ CPM-ലെ ഏതെങ്കിലും നേതാക്കളുടെ പേര് പറയുന്നുണ്ടോ എന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 2016 ലീക്ക് എന്നതിനാര്,
അന്ന് ഉമ്മൻചാണ്ടി ഇ കെ നായരുടെ പേര് പറഞ്ഞിട്ടില്ല. അതായത് ഇത് പിണറായി വിജയൻ്റെ മാത്രം ശൈലി പ്രശ്നമല്ല, ഇത് ഉമ്മൻചാണ്ടി അന്ന് തറക്കല്ലിടുന്ന സമയത്തും ഇ കെ നായരുടെ പേരോ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ആളുടെ പേരോ പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ നേതാക്കളും എല്ലാ പ്രോജക്റ്റുകളും തങ്ങളുടെ പേരുകളിലാക്കി മാറ്റുക. കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യാവകാശത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. കേരളത്തിലെ ആളുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അത് വേറെയാണെങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻറ്റ് പോളിറ്റിക്സ്, വികസന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുക. ആരാണ് വികസന നായകൻ, ആരാണ് ഇച്ഛാശക്തിയുള്ള വികസന നായകൻ, ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നത് ആർക്കാണ്, ഏറ്റവും നല്ല CEO ആരാണ് എന്നുള്ളതാണ് അടിസ്ഥാനമായ ചോദ്യം. ഞാനതിനെ സമീപിക്കുന്നത് ആ ആംഗിളിലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അടുത്ത കാലത്തായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ശൈലീ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ഏറ്റവും മികച്ച CEO ആരാണ് എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കണക്കുകൾ എണ്ണി പറയുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത് ആരാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ദേശീയപാത വികസനം നടത്തുന്നത് ആരാണ്, മലയോര പാത ദേശീയപാത കൊണ്ടുവരുന്നത് ആരാണ്, ജലപാത കൊണ്ടുവരുന്നത് ആരാണ്, കേരയിൽ കൊണ്ടുവരുന്നത് ആരാണ്. അപ്പോൾ ഒട്ടേറെ പദ്ധതികൾക്കൊപ്പം വിഴിഞ്ഞം പദ്ധതിയും ആ അർത്ഥത്തിൽ ഒരു സക്സസ്ഫുള്ളായ പൊളിറ്റിക്കൽ CEO നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല CEO, ഡെവലപ്മെൻറ്റ് CEO ആരാണ് എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് ഉമ്മൻചാണ്ടി. നമ്മൾ VS അച്യുതാനന്ദനും ഇ കെ നായനെയൊക്കെ മറന്നുപോയിട്ടുണ്ട്. കാരണം EMS നമ്മൾ മറന്നുപോയി. കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വികസന രാഷ്ട്രീയത്തിൽ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്നു ഇ കെ നായരുടെ കാലത്ത്. പക്ഷേ നമ്മളത് മറന്നുപോയി. മറുഭാഗത്തുണ്ട് മെട്രോ കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയാണ്. നെടുമ്പാശ്ശേരി സിയാൽ കൊണ്ടുവരുന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പക്ഷേ അതാണ് ഈ പ്രോജക്റ്റുകളെ മുൻനിർത്തിയാണ് നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്ന് പേര് വിട്ടുപോയത് മനഃപൂർവ്വം തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും ലാവ്ലിൻ കേസിലെ ഒരു രാഷ്ട്രീയ പ്രതികാരം മനസ്സിലുണ്ടാവാം. അതിനുമപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച CEO ആര് എന്ന തർക്കമാണ് ഇനി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന പൊളിറ്റിക്കൽ വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കിറ്റോ പെൻഷനോ ഒന്നും ആയിരിക്കില്ല. പകരം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ ആണ് പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ്. അതായത് 2021 കിഫ്ബിയും കിറ്റും സ്കൂളുകളും ആശുപത്രിയുമായിരുന്നെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ നരേറ്റീവിനെ തീരുമാനിക്കാൻ പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാതാ വികസനം, രണ്ടാമത്തത് മലയോര പാതാ വികസനം, കേരയിൽ K-ഫോൺ എത്തിയിട്ടുണ്ടെങ്കിൽ K-ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 4 വിഴിഞ്ഞം പദ്ധതി, അത് നടപ്പിലാക്കാൻ ഈ സർക്കാർ കാണിച്ച ഇച്ഛാശക്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ടേക്ക് ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച CEO ആര് എന്നുള്ളൊരു മത്സരത്തിൽ തീർച്ചയായും ഇത്തരം മറവികൾ ഉണ്ടാവും. ആ മറവികളെ നമുക്ക് നീതീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി അത് ഇരുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. രണ്ടാമത്തെ ഒരു ടേക്ക്, ഇതിൽ നിലപാട് മാറ്റിയിട്ടുണ്ടോ CPM എന്ന പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ശരിയാണ്, 2016 ശേഷം 2015 ഈ അദാനിയുമായിട്ട് കരാർ ഒപ്പിടുന്ന ഘട്ടം മുതൽ CPM ഇതിനിൽ വിമർശനം ഉന്നയിച്ചിരുന്നത് അഴിമതിയുണ്ട് എന്നതായിരുന്നു. 2, നിലവിൽ ഇത് അദാനിക്ക് വേണ്ടി കൂടുതൽ ലാഭവിഹിതം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. യൂസർ ഫീ ഉപയോഗിക്കുന്നത് വഴി മത്സ്യത്തൊഴിലാളികളുടെ മേൽ അദാനിക്ക് അധികാരം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതൊക്കെ അവർ അന്ന് സമരം ചെയ്തതും അന്നവർ ഈ പ്രതിഷേധം ഉന്നയിച്ചതും CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് CPM വാദിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. CAG റിപ്പോർട്ട് വരുന്നത് 2017 മെയ്യിലാണ്. 2017 മെയ്യിൽ വരുന്ന CAG റിപ്പോർട്ട് കൊണ്ട് 2016 കടക്കൊള്ള എന്ന് ദേശാഭിമാനിക്ക് എഴുതാൻ കഴിയില്ല. അന്ന് അദാനിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. പക്ഷേ ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി CPM പറയുന്നൊരു ന്യായീകരണം 2017 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച CAG റിപ്പോർട്ട് കണ്ടുകൊണ്ടാണ് അക്കാലത്ത് ഞങ്ങളതിനെ എതിർത്തത് എന്ന് പറയുന്ന വാദം നിലനിൽക്കില്ല. അത് ലോജിക്കില്ലാത്തതാണ്, അത് ചരിത്ര സാധുതയില്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ വാദം നിൽക്കില്ല. പക്ഷേ അപ്പോൾ ആ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആ പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരിനൊരു ഭരണ തുടർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൊരു വലിയ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ്. അതിനെ എതിർക്കുക എന്നത് അക്കാലത്ത് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ആ കാലത്ത് അരുവിക്കര ബൈ ഇലക്ഷൻ നടക്കുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കണം. അരുവിക്കര ബൈ ഇലക്ഷനിൽ ശബരിനാഥന് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ അദാനിയുമായിട്ട് ഒപ്പിട്ട കരാറാണ്. അതിന് പൊളിറ്റിക്കൽ റീസണുണ്ട്, ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ റീസണുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2011 മുതൽ 15 വരെ കാത്തിരുന്നു ഈ സർക്കാർ കരാർ ഒപ്പിടാൻ. അതിനിടയ്ക്ക് ലാൻഡ്കോ കൊണ്ടപ്പള്ളി
പോയി. സൂം ഡെവലപ്പേഴ്സ് അത് നേരത്തെ തന്നെ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മിലിറ്ററി ക്ലിയറൻസ് നിഷേധിച്ചു, ചൈനീസ് ബന്ധം ആരോപിച്ച്. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു. ആ ഇമ്മീഡിയറ്റ് രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്നായിരുന്നു അദാനിയുമായിട്ടുള്ള ഈ കരാർ ഒപ്പിടിയിൽ. ആ കരാർ ഒപ്പിടിയിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച ക്രെഡിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കരാർ രേഖകളിലുണ്ട്, ഒപ്പം ശിലാഫലകത്തിലുമുണ്ട്. പക്ഷേ അന്ന് CPM അതിനെ പ്രതിരോധിച്ചതും ആ ക്രെഡിറ്റ് UDF-ലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി കൂടിയാണ്. പക്ഷേ അതിലവർ പറയുന്ന ഒരു കാര്യം വാസ്തവമാണ്. അന്ന് അവർ ഉന്നയിച്ച വിഷയം അദാനിക്ക് ഇത് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ടാണ് ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെന്ന് പറഞ്ഞത്. പക്ഷേ ആ കരാറിൽ ഒരു മാറ്റവും വരുത്താതെയാണ് ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ അത് നടപ്പാക്കുന്നത് എന്നതാണ്. CAG റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. അന്ന് CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 30 വർഷത്തേക്കാണ് ഈ കരാർ കൊടുക്കുന്നത് എന്നാണ്. പക്ഷേ പിന്നീട് ഇത് 40 വർഷത്തേക്ക് നീട്ടുന്നു, പിന്നീട് ഇത് 60 വർഷത്തേക്ക് നീട്ടുന്നു. അന്ന് 40 വർഷത്തേക്ക് ഇത് നീട്ടുമ്പോൾ 29,217 കോടി രൂപയുടെ അധിക ലാഭം അദാനിക്കുണ്ടാക്കുമെന്നതായിരുന്നു CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതാണ് ആദ്യകാലത്ത് കടൽക്കൊള്ള എന്ന് പറഞ്ഞ് CPM ആരോപിക്കാനുള്ളൊരു കാരണമായി പറയുന്നത്. CAG റിപ്പോർട്ട് ശരിവെച്ചു. രണ്ടാമത്തത് 40 എന്നുള്ളത് 60 വർഷമാക്കി ഉയർത്തുമ്പോൾ 61,095 കോടി രൂപയുടെ ലാഭം അദാനി അധികമായി ഉണ്ടാക്കുമായിരുന്നു. ഇത് CAG റിപ്പോർട്ടിൽ വന്നതിനെ തുടർന്ന് അന്വേഷണം വേണമെന്ന് CPM നേതാക്കൾ മാത്രമല്ല കേട്ടോ ആവശ്യപ്പെട്ടത്. അന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല VM സുധീരൻ ആവശ്യപ്പെട്ടു, സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാർ ഒരു ഉന്നത സമിതിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസിനുള്ളിലുള്ള VM സുധീരനും VD സതീശനും അടക്കമുള്ളവരാണ്. അതിൽ VM സുധീരൻ്റെ പോസ്റ്റാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ വായിച്ചതും. അപ്പോൾ അതിൻ്റെ അർത്ഥം CPM-നെ മാത്രം ആ അർത്ഥത്തിൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് വിൻസെൻ്റ് പറഞ്ഞതുപോലെ. പക്ഷേ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു, ഉമ്മൻചാണ്ടിക്കെതിരായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു. അതിലൊരിടത്തും ഉമ്മൻചാണ്ടിക്ക് ഇതുമായിട്ട് ഏതെങ്കിലും അഴിമതി ബന്ധമുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ക്ലീൻ ചിറ്റ് കൊടുത്തു ഉമ്മൻചാണ്ടിക്ക്. അപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നത് പിന്നീട് പറയേണ്ട ബാധ്യതയും ഈ സർക്കാരുണ്ട്. പക്ഷേ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് മറച്ചുവെച്ചു എന്നതുമല്ല, ഇതിൽ അധികമായിട്ട് ലാഭമുണ്ടാക്കുന്നു എന്ന ഭാഗം ഇപ്പോഴും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിഗണനയിലാണ്, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വികസന നായകൻ ആരാണ് എന്നൊരു വലിയ ചോദ്യമുണ്ടെങ്കിൽ, ആ വികസന നായകനായി ഇപ്പോൾ കേരളം ഒന്ന് മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടിയെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെയുമാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇതൊരു അർജന്റീന മത്സരം പോലെയാണ്, ബ്രസീൽ മത്സരം പോലെയാണ്. ആ മത്സരത്തിൽ ഒരു ഗോൾ അഡീഷണലായിട്ട് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ആ പേര് മറന്നുപോയത് എന്ന് തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു നല്ല രാഷ്ട്രീയത്തിന്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ, ഒരു നല്ല രാഷ്ട്രീയത്തിൻ്റെ സൂചനയല്ല, കൂടുതൽ മെച്ചുറായ ഒരു രാഷ്ട്രീയത്തിൻ്റെ സൂചനയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വികസന രാഷ്ട്രീയത്തിൽ അത്തരം ഫ്ലെക്സ് യുദ്ധങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഏറ്റവും മികച്ച CEO ആര് എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി ആ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ആ കരാർ നടപ്പിലാക്കാനും ഇച്ഛാശക്തിയായിട്ടുണ്ട്. അന്ന് ഇതിനെതിരെ സമരം നടത്തിയവരിൽ വിമോചന സമരം സ്വപ്നം കണ്ടു വന്നവരുണ്ട് എന്നത് മറക്കരുത്. ആ വിമോചന സമരം സ്വപ്നം കണ്ടു വന്നവരിൽ പലരും ഇന്നതിൻ്റെ ക്രെഡിറ്റുമായി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയമാണ്. എല്ലാ നീക്കങ്ങളിലും രാഷ്ട്രീയമുണ്ടാവും, അത്രമാത്രം കണ്ടാൽ മതി. നല്ലൊരു ദിവസമാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുന്ദരമായൊരു സ്വപ്നം, ഒരു കിനാവ് തളിരടിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ പത്തേമാരികൾ വരട്ടെ, നമ്മുടെ കിനാക്കൾ കൂടുതൽ ചിറക് മുളയ്ക്കട്ടെ, അല്ലേ? അപ്പോൾ സ്മൃതി, ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന് ചോദിച്ചാൽ തർക്കം വേണ്ട എന്ന് തന്നെയാണല്ലോ നമ്മുടെ അഭിപ്രായം. പക്ഷേ ക്രെഡിറ്റ് പൂർണ്ണമായും അടിച്ചെടുക്കുക എന്നതിലാണ് രണ്ട് കൂട്ടരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുന്നെയാണ് കോൺഗ്രസും അവകാശവാദവുമായി ഇതിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്ന കെ സുധാകരൻ അടക്കം പറയുന്ന കാര്യം കണ്ടു. നമ്മളിപ്പോൾ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ശൈലിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. അത് ശൈലി എന്നതിനപ്പുറം രാഷ്ട്രീയ മര്യാദ എന്ന വാക്കാവും കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. ആ രാഷ്ട്രീയ മര്യാദയാണ് അദ്ദേഹം കാണിക്കാതിരുന്നത്. അതേസമയം തുറമുഖ മന്ത്രി VN വാസവൻ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നു. സ്പീക്കർ N ഷംസീർ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നു. ഷംസീറിൻ്റെ വാചകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർണ്ണമാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. സ്പീക്കർ പല ഘട്ടങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പലപ്പോഴും N ഷംസീർ ആ രാഷ്ട്രീയ മര്യാദ സഭയിലും കാണിക്കാറുണ്ട്. പൊതുവേ അങ്ങനെ ആ രൂപത്തിൽ എല്ലാവരും കാണിക്കാറില്ല. അത് അദ്ദേഹം കാണിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞില്ല എങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് ആ പേര് നീക്കം ചെയ്യപ്പെടുന്നില്ല. ചരിത്രത്തിൽ അവിടെ കിടക്കുകയാണ് ആ പേരെന്നുള്ളതാണ്. കാരണം ഈ രൂപത്തിൽ ഈ പദ്ധതി വരുന്നത്
അതിൽ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണ്. ആ എല്ലാ കടലാസിലും ആ പേര്, ആ ഒപ്പ് കിടക്കുന്നു. അതുകൊണ്ടാണ് കരൺ അദാനി അദ്ദേഹത്തെ ഓർമ്മിച്ചത്. അതുകൊണ്ട് VN വാസവനും പറയുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ മര്യാദ പിണറായി വിജയൻ കാണിച്ചില്ല. കാരണം 6000 കോടിയുടെ അഴിമതി പറഞ്ഞ നേതാവാണ്. അന്ന് ആ 6000 കോടിയുടെ അഴിമതി പറയുമ്പോഴും അന്ന് സഭയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ പ്രസംഗം ഒക്കെ ഇപ്പോൾ പ്രതികരണമൊക്കെ ഇപ്പോൾ ബൈറ്റായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിർദ്ദേശവും, പ്രതിപക്ഷത്തിൻ്റെ ഏത് നിർദ്ദേശവും സ്വീകരിക്കാം, അഴിമതി പറഞ്ഞ് എതിർക്കാൻ പറ്റില്ല എന്ന് വളരെ ശക്തമായി തന്നെയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം. പിന്നെ ആ കരാറിലേക്ക് പോകുമ്പോൾ കരാറിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ കരാർ 2015 ഓഗസ്റ്റ് 17 ഒപ്പിട്ട കരാർ അതവിടെ നിൽക്കുകയാണ്. 1000 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകും. അപ്പോൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ചിലരെ ഒഴിവാക്കിക്കൊണ്ട്, അപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറയുകയുണ്ടേ അങ്ങനെയാണെങ്കിൽ നായനാരെ പറയണ്ടേ, അതിന് മുമ്പുള്ളവരെ പറയണ്ടേ, അങ്ങനെ നോക്കിയാൽ സർസിപ്പിയുടെ കാര്യത്തിൽ പറയേണ്ടി വരില്ലേ. അങ്ങനെ പറയുക എന്നുള്ളതല്ല, ഈ രൂപത്തിൽ പദ്ധതി വരുമ്പോൾ അതിൻ്റെ തുടക്കക്കാരെ ഓർമ്മിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നായനാരുടെ കാലത്ത് വലിയ രൂപത്തിൽ ഈ പദ്ധതിയുടെ ആലോചനകളും ചർച്ചകളും നടന്നിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കരുണാകരൻ്റെ കാലത്താണ്, 91-ലാണ്. അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ MV രാഘവനാണ് ഈ രൂപത്തിൽ ഒരു തുറമുഖം എന്ന രൂപത്തിലേക്ക് അത് വിഭാവനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതാണ്. അന്ന് അതിനുശേഷം പിന്നീട് വരുന്ന എന്താണ്, 95 ഒക്ടോബർ ധാരണാപത്രവുമാകുന്നുണ്ട്. അതിനുശേഷം ആണ് നായനാർ അധികാരത്തിൽ വരുന്നത്. EK നായനാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ തുടർച്ച, രാഷ്ട്രീയ എതിരാളിയായി മാറിക്കഴിഞ്ഞല്ലോ അപ്പോഴേക്കും MV രാഘവൻ. അപ്പോൾ MV രാഘവൻ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം. ഇതിലാണ് ഞാൻ പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലും വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസനത്തെ എതിർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം വരുന്നു, ഭരണത്തിൽ ഇരിക്കുമ്പോൾ വികസനം കൊണ്ടുവരുന്നവരാകുന്നു. അത് രണ്ടു കൂട്ടരും ഓരോരോ സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നായനാരുടെ കാലത്ത് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ MVR കൊണ്ടുവരുന്ന ആ പദ്ധതി അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് നായനാർ ആലോചിക്കുന്നു. അതിന്മേൽ അനങ്ങിയിട്ടില്ല. 2001 2006 പിന്നീട് UDF ആണ് വന്നിട്ടുള്ളത്. നോക്കൂ, ഇന്നത്തെ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അടക്കം ഇപ്പോൾ ചർച്ചകളിൽ വരുന്ന CPM പ്രതിനിധികൾക്ക് അതിന്മേൽ കൃത്യമായൊരു പ്രതികരണം നൽകാൻ ബുദ്ധിമുട്ടുന്ന കണ്ടു. ഇത് അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമാകുമായിരുന്നു എന്ന് M. വിൻസെൻ്റ് MLA പറയുകയുണ്ടായി. എന്തിനാണ് ഇതിപ്പോൾ മുമ്പ് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ചില എതിർപ്പുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് വിചാരിച്ച് ഇന്നത്തെ പരിപാടിയിൽ മാറ്റി നിർത്താമോ? അപ്പോൾ പറഞ്ഞു, ഇതല്ല യഥാർത്ഥത്തിലുള്ള ഉദ്ഘാടന പരിപാടി, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നില്ല, ഇത് ട്രയൽ റൺ മാത്രമാണല്ലോ. അപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും എന്നൊക്കെ CPM പ്രതിനിധികൾക്ക് പറയേണ്ടി വരികയാണ്. എന്തിനാണ് ഒരു കറയുണ്ടാക്കുന്നത്? അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസന പദ്ധതി, രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കേരളം, വിഴിഞ്ഞം, തിരുവനന്തപുരം എന്നുള്ള പേര് അങ്ങനെ വരാൻ പോകുന്ന ഒരു സാഹചര്യം, അത് എല്ലാവരും കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ചെറിയ തർക്കങ്ങളല്ലല്ലോ വാർത്തയാകുന്നത്. അപ്പോൾ ഒരു ചെറിയ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്, അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ BJPയും പറയുന്നുണ്ട്. BJP പറയുന്നത് ഇപ്പോൾ സർബാനന്ദ സോനോവാൾ വന്നു, ജോർജ് കുര്യനെ വിളിച്ചില്ല, സുരേഷ് ഗോപിയെ വിളിച്ചില്ല, അത് അവരുടെയും പരാതിയായിട്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവരെയും കൂടി വിളിക്കാമായിരുന്നു. 2 കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിലുണ്ട്, അപ്പോൾ അവരെയും കൂടെ വിളിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയത്തെ ഉദ്ഘാടന മഹാമഹത്തിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയുന്നു. നമുക്ക് അങ്ങനെയാണോ നോക്കാം? തീർച്ചയായിട്ടും കമ്മീഷനിങ്ങിന് എല്ലാവരെയും വിളിക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ പറഞ്ഞു, കമ്മീഷനിങ്ങിനാണ് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക, മറ്റുള്ളവരെ വിളിക്കും. ഒരു വലിയ ഉത്സവമായി തന്നെ അത് സെപ്റ്റംബറിൽ നടക്കും. പക്ഷേ ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസനം പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വേഗം നടപ്പിലാക്കുമെന്നാണ് 2028 ഏതാണ്ട് ഒരു സമ്പൂർണ്ണ പോർട്ടായിട്ട് അത് മാറും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടവും കഴിഞ്ഞു. അതെ. ഈ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന കാര്യത്തിൽ ഇപ്പം ഒരു ചടങ്ങിൽ ഇതിൻ്റെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഓരോ ഘട്ടങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവിനെ അല്ലല്ലോ ഉള്ളത്. പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഈ പ്രോജക്റ്റിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് രാഷ്ട്രീയ ഔചിത്യം എന്ന നിലയിലേക്ക് പിന്നെ പിണറായി വിജയൻ പരാമർശിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യമുണ്ട് ബാലകൃഷ്ണൻ, അതായിരിക്കില്ലേ അടുത്ത തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ടൂൾ? അല്ല, പിണറായി വിജയൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ നിങ്ങൾ UDF വോട്ട് ചെയ്യൂ. ഇതായിരിക്കില്ലേ അടുത്ത മുദ്രാവാക്യം? 2015 UDF കാലത്ത് ധാരണാപത്രം ഒപ്പിട്ടു, അതിനുശേഷം ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഞങ്ങളാണെന്ന് പറയാമല്ലോ. ഒരു വരി പറഞ്ഞാൽ പോരെന്നേ. അങ്ങനെയാണെങ്കിൽ വിമോചന സമരം, ഈ വിമോചന സമരത്തിൽ ഞങ്ങളും പങ്കുചേർന്ന് ഇതൊരു വിമോചന സമരമാണെങ്കിൽ ഞങ്ങളും ഉണ്ടാവും, ഇത് 2ാം വിമോചന സമരം എന്ന് ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്തവരോടൊപ്പം നിന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അല്ലേ? അപ്പോൾ അതിനെ നേരിട്ട് ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെ സ്വാഭാവികമായി അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് തടസ്സം നിന്നില്ലേ KPCC? അന്ന് 8 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത്
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് അരുവിക്കര തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് അത് നടക്കുമായിരുന്നോ പദ്ധതി എന്ന് എനിക്ക് എതിർത്തുകൊണ്ടായിരുന്നു. സംശയം. പദ്ധതി അല്ലല്ല, എതിർത്തുകൊണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള അന്തർദേശീയ സമ്മർദ്ദത്തിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള അന്തർദേശീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒരു സമരം നടക്കുമ്പോൾ നോക്കൂ, അന്തർദേശീയ സമ്മർദ്ദം എന്നുള്ളത് വിവാദമാണ്. അത് വിവാദമാണ്. അതുമുണ്ട് എത്ര കാലം ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അങ്ങനെ ചുരുക്കി കാണരുത്. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന ഉറപ്പുകൾ ലഭിക്കാത്തപ്പോൾ അവർ സമരം ചെയ്യും. അവരെ സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നു. 8 ആവശ്യങ്ങളിൽ 7 ആവശ്യങ്ങളും സർക്കാർ കേട്ടില്ലേ? 8ാമത്തെ ആവശ്യം എന്തായിരുന്നു? പദ്ധതി നടപ്പാക്കരുത്. 7 ആവശ്യങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവിടുത്തെ യൂസർ ഫീയുടെ കാര്യങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ 8ാമത്തെ ആവശ്യമായിട്ട് ഉയർത്തിയത് പദ്ധതി നടപ്പാക്കരുതെന്ന. ആ പദ്ധതി നടപ്പാക്കരുതെന്ന ആവശ്യം അംഗീകരിക്കണമായിരുന്നു. അതിനെ നേരിട്ടു. അതിനെ തുടർന്നാണ് അവിടെ പ്രക്ഷോഭം ഉണ്ടാവുന്നത്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതൊരു പാതിരി എന്ന് പറഞ്ഞൊരു അനാവശ്യ വർത്തമാനമാണ് അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി പ്രയോഗിച്ച വാക്ക്. അതിനോടൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച അക്കാലത്ത് നിന്നവരുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതിനെയൊക്കെ നേരിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പിണറായി വിജയന്റെയും പദ്ധതിക്കുള്ള കരാർ ഒപ്പിട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഇച്ഛാശക്തിയാണ്. തരൂർ എന്തുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല? അദ്ദേഹത്തെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അതൃപ്തിയുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല തീരുമാനം. പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാത്തത് കൊണ്ട് പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതൊരു ആശങ്കയായിരുന്നേ. ഇത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടപ്പാക്കണ്ടേ? പ്രശ്നങ്ങളില്ലാതെ അല്ലല്ലോ. ഇപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ തൊഴിലാളികൾ ഇപ്പൊ നോക്കൂ, ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ബെനിഫിഷ്യറി ആരാൻ പോകുന്നത് ആരാ? 50% ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ പ്രാദേശികമായി കൊടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും ആളുകൾ തടിച്ചുകൂടിയത്. ആ പദ്ധതിയെ ആ നാട്ടുകാർ സ്വാഗതം ചെയ്ത് അതുകൊണ്ടാണ് തദ്ദേശീയമായി വികസിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ. എന്ന് മാത്രമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശക്തമായ എതിർപ്പ് വരുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. മറന്നുപോരുത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞുകൊണ്ടാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് KPCC അധ്യക്ഷൻ എന്ന് പറയുന്നത് VM സുധീരനാണ്. സുധീരൻ അന്ന് ശബരിനാഥുമായി പോയിട്ട് അവിടുത്തെ ജില്ലാ കളക്ടറേറ്റിൽ പോയിട്ട് വരണാധികാരിക്ക് നോമിനേഷൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് കരാറുമായി ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകുന്നത്. തിരിച്ചു വന്നിട്ട് സുധീരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊക്കെ ആ തിരക്കിലായിരിക്കും, ഞങ്ങളോട് പോലും ആലോചിക്കാതെയാണ് ഇത് നടത്തിയത് എന്ന് മാത്രവുമല്ല, അന്ന് AICCയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയോട്. ഈ കരാറിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് വേണ്ട പുനഃപരിശോധനയോടുകൂടി മാറ്റങ്ങൾ വരുത്തി വേണം ഈ കരാറുമായി മുന്നോട്ട് പോകാനെന്നാണ് AICCയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അന്ന് സുധീരൻ പറഞ്ഞൊരു വാക്കുണ്ട്, AICC പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒരാളാണോ KPCC അധ്യക്ഷനായ എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് ആ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ AICCയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഒരാൾ KPCC അധ്യക്ഷനായിരിക്കുന്ന എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ VM സുധീരൻ ആ കാലത്ത് ഉയർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും പിന്നെ ഈ പദ്ധതിയുമായിട്ടുള്ള എതിർപ്പുകൾ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വളരെ കൃത്യമായിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാൻ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. CAG റിപ്പോർട്ട് വന്നതിന് ശേഷം നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതായിരുന്നു: കേരളം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ വ്യവസ്ഥകൾ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. ഇതേക്കുറിച്ച് സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസിനുള്ളിൽ അന്നുണ്ടായിരുന്ന ഭിന്നതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതാണ്. അല്ല, അതിനെയൊക്കെ അതിജീവിച്ചതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പറയാനില്ല. കാര്യം KV തോമസിൻ്റെ വീട്ടിൽ പോയി അദാനിയുമായിട്ട് ആ കരാർ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാര്യം അതെങ്ങനെ പിന്നീട് AKG സെന്ററിൽ വേറൊരു തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നു. അല്ല, AK സെന്റർ ഇപ്പോൾ ഈ കരണദാനി തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അദ്ദേഹം കാണുകയും അദ്ദേഹം കണ്ടിട്ട് പുറത്തേക്ക് വരുന്ന ചിത്രമുണ്ട്. അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായും അതൊക്കെ നടക്കണം. അത്തരം കൂടിയാലോചനകൾ നടക്കുമ്പോഴാണല്ലോ ഒരു നാട് വികസിക്കുക എന്നുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ എന്തായാലും ക്രെഡിറ്റിൽ തർക്കം വേണോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ 3 പേരുടെയും അഭിപ്രായം ക്രെഡിറ്റിൽ തർക്കം വേണ്ട എന്ന് തന്നെയാണ്. നോ എന്ന് 3. Meet the editors.